ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റൈൽഡ് കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ റിയാക്ട് പ്രോജക്റ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനാമിക് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ്. ഓക്കെ. സോ ഡൈനാമിക് ആൻഡ് കണ്ടീഷണലി നമുക്ക് സ്റ്റൈൽ കോമ്പോണൻറ്റ്സിനകത്ത് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ടീഷണൽ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളിവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. ക്ലാസ് നെയിമിനകത്ത് നമ്മൾ ഇവിടെ കണ്ടീഷൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ നോട്ട് വാലിഡ് ആണെങ്കിൽ നമ്മൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞ ക്ലാസ് ആഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. സോ സ്റ്റൈൽഡ് കോമ്പോണൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്ലാസ് നെയിം വെച്ചിട്ട് കണ്ടീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ക്ലാസ് നെയിമിന്റെ കണ്ടീഷൻ നമ്മൾ കൂടുതലും വനില CSS അല്ലെങ്കിൽ CSS മോഡ്യൂൾസിൽ യൂസ് ചെയ്യുമ്പോഴാണ്. സോ സ്റ്റൈൽഡ് കോമ്പോണൻസിൽ വരുമ്പോൾ നമ്മൾ ക്ലാസ് നെയിമിൽ ആയിരിക്കത്തില്ല നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. പകരം നമ്മളിവിടെ സ്റ്റൈൽഡ് കോമ്പോണൻസ്, ഇവിടെ നമ്മൾ സ്റ്റൈൽഡ് കോമ്പോണൻസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ ഇവിടെ സ്റ്റൈലിന്റെ പ്രോപ്പർട്ടിയിൽ വാല്യൂലായിരിക്കും നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ക്ലാസ് നെയിം എടുത്ത് കളയാൻ പോവാണ്. ഓക്കെ. ക്ലാസ് നെയിം എടുത്ത് കളഞ്ഞിട്ട് ഞാനിവിടെ ഒരു കസ്റ്റം ഒരു പ്രോപ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇൻവാലിഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്സ്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ഇതിനകത്ത് ഇൻവാലിഡിന്റെ അകത്ത് വാല്യൂ എന്ന് പറയുന്നത് ഇമെയിൽ നോട്ട് വാലിഡ്. ഓക്കെ. ഈ ഇമെയിൽ നോട്ട് വാലിഡ് എന്ന് പറഞ്ഞ ബൂളിയൻ വാല്യൂ ആയിരിക്കും ഈ ഇൻവാലിഡ് എന്ന പ്രോപ്സിനകത്തോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ലേബൽ എലമെന്റിനകത്തോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഇമെയിൽ വാലിഡ് അല്ലെങ്കിൽ അവിടുത്തെ ടെക്സ്റ്റിന്റെ കളർ റെഡ് ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് കളർ കൊടുക്കണം. സോ ഇവിടെ കളർ എന്ന് പറയുന്ന സ്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്. ലേബൽ എലമെന്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കളർ എന്ന് പറഞ്ഞുണ്ട്. ഇനി നമ്മൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞ ക്ലാസ്, ഓക്കെ, ലേബലിന് നമ്മളിവിടെ ഇൻവാലിഡ് എന്ന് പറഞ്ഞ ക്ലാസ് ആഡ് ചെയ്യും. ലേബലിന്റെ അവിടെ ഇൻവാലിഡ് ക്ലാസ്സിനകത്ത് കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പൊ ഞാനിത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്യും. സോ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് അല്ല, ആക്ച്വലി ഇത് ടെംപ്ലേറ്റ് ലിറ്ററൽസ് ആണ്. ഇവിടെ ബാക്ക് ടിക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സ് അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്ക് ടിക്സ് എന്ന് പറയും. സോ അതിനകത്താണ് നമ്മളിവിടെ നമ്മുടെ വേരിയബിളിന്റെ നമുക്ക് എങ്ങനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മളൊക്കെ വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മളിവിടെ ഡോളർ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓപ്പൺ ബ്രേസസ് ക്ലോസ് ബ്രേസസ് യൂസ് ചെയ്യും. അതിനകത്ത് നമ്മളിവിടെ ഒരു ആരോ ഫംഗ്ഷൻ, ഓക്കെ, ഒരു ആരോ ഫംഗ്ഷനകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ പ്രോപ്സ് നമ്മളിവിടെ പാസ് ചെയ്യും. ഓക്കെ. ഇൻവാലിഡ് എന്ന് പറഞ്ഞ് പ്രോപ്സ്. സോ കാരണം നമ്മളിവിടെ ഒരു കസ്റ്റം പ്രോപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇൻവാലിഡ് തന്നെ ആയിരിക്കും പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇൻവാലിഡ് ട്രൂ ആണെങ്കിൽ നമ്മുടെ കളർ ഇവിടെ റെഡ് കളർ എന്ന് കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീഫോൾട്ട് കളർ കാണിക്കണം. ഓക്കെ. നമ്മളിവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഇമെയിൽ ഡീഫോൾട്ട് കളറാണ്. സൈൻ ഇൻ കൊടുക്കുമ്പോൾ ലേബലിന്റെ അവിടെ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. സോ ഇത് ക്ലാസ് നെയിമിന്റെ കണ്ടീഷണൽ വെച്ചല്ല നോക്കിയത്. പകരം നമ്മളിവിടെ എന്ത് ചെയ്ത് നമ്മളിവിടെ ഒരു പ്രോപ്സിന് ഒരു കസ്റ്റം പ്രോപ്സ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ബൂളിയൻ വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് പാസ് ചെയ്യും. സോ ഈ ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഈ കളറിനകത്ത് കളറിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഇൻപുട്ട് എലമെന്റ്. ഓക്കെ. ഇൻപുട്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൺട്രോൾ ബോക്സ് ആണ്. അതിൽ നമുക്ക് ഈ ക്ലാസ് നെയിം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഇൻവാലിഡ് ക്ലാസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ക്ലാസ് നെയിം നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മളിവിടെ പിന്നെയും നമ്മളിവിടെ ഒരു ഇൻവാലിഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി പിന്നെയും കൊടുക്കും. ഓക്കെ. ഇതിനകത്ത് നമ്മൾ പാസ്വേഡ് നോട്ട് വാലിഡ്, ഓക്കെ, ഇതും ഒരു
ബൂളിയൻ വാല്യൂ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് എലമെന്റിന്റെ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റൈൽ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറിന് നമ്മളിവിടെ നമ്മൾ കണ്ടീഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇപ്പൊ ഞാനിത് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഹാഷ്ടാഗ് കൺട്രോൾസ് എടുത്തിട്ട് ഓക്കെ, ഇൻപുട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻവാലിഡ് ആണെങ്കിൽ റെഡ് കളർ കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് കളർ ആയിരിക്കും കാണിക്കുന്നത്. ഞാനിവിടെ കാണിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര റെഡ് ആയി പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇൻപുട്ടിന് ഇവിടെ ഒരു ഇൻവാലിഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ കളർ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. നോക്കുകയാണെങ്കിൽ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത അതേപോലെ ബോർഡർ കളറിനും കൊടുക്കണം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ യൂഷ്വല് റെഡ് കളർ വന്നിട്ടുണ്ട്. ബാക്കി അതുപോലെ കളറിനും നമ്മൾ ഇവിടെ അതിനനുസരിച്ച് ഇവിടെ കൊടുക്കണം. കളറിന്റെ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ഇൻവാലിഡ്. ഇപ്പൊ ഇവിടെയും നമ്മളിവിടെ കണ്ടീഷൻ ആയിട്ട് കൊടുക്കണം. സോ ഇത് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ആണ്. ബാക്കിയുള്ള നമ്മുടെ ഇൻപുട്ടിന് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബോർഡർ കളറിനും ബാക്ക്ഗ്രൗണ്ട് കളറും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എറർ അടിക്കുന്നുണ്ട്. ഒരു എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് വാർണിംഗ് ആണ്, എറർ അല്ല. ആക്ച്വലി റിസീവ്ഡ് ഫാൾസ് ഫോർ എ നോൺ ബൂളിയൻ ആട്രിബ്യൂട്ട് ഇൻവാലിഡ്. ഓക്കെ, ഇവിടെ നമ്മളൊരു കസ്റ്റം പ്രോപ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇമെയിൽ നോട്ട് വാലിഡ്, ആക്ച്വലി ഇതിന്റെ ഡീഫോൾട്ട് വാല്യൂ ഫാൾസ് ആയിരിക്കും. അപ്പൊ ഈ ലേബൽ എലമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ്. സോ ഈ ഇൻബിൽഡ് ആയിട്ട് എലമെന്റിനകത്ത് എന്തൊക്കെയാണോ വാല്യൂസ് ഉള്ളത് അതൊക്കെ എല്ലാം പാസ് ചെയ്യും. അത് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും. സോ ഈ വാർണിംഗ് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡോളർ സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യും. പ്രോപ്സിൽ നമ്മൾ അവിടെ ഡോളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ഡോളർ യൂസ് ചെയ്യണം. അതുപോലെ ഇവിടെയും യൂസ് ചെയ്യണം. സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ വാർണിംഗ് പോയി. ഓക്കെ, സോ ഇതാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റൈലിംഗ് നമുക്ക് എങ്ങനെ സ്റ്റൈൽഡ് കോമ്പോണൻസിനകത്ത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിട്ട്. സോ ഇത് വളരെ ഒരു യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ പ്രാക്ടീസ് നോക്കുക ഈ എങ്ങനെയാണ് കണ്ടീഷണൽ. അതുപോലെ തന്നെ ഈ index.cssനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ ഇൻവാലിഡ് ക്ലാസ്സിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കളറിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.